ഡാ കഴിക്കാൻ മറക്കല്ലേട്ടാ, ഞാൻ ഓഫീസിൽ പോവാ. എവിടെ വരുമ്പോ ഇതൊക്കെ കാലിയാലെങ്കിൽ പിന്നെ നീ ഈ ഇഷാന്റെ വേറൊരു മുഖം കാണും. ഹലോ, ഞാൻ ഇഷാൻ. വിളിച്ചത് വേറെ ഒന്നുമല്ല. അതെ, ഇന്നലെ തന്നെ ആ ഡീൽ ക്യാൻസൽ ആക്കിയേക്ക്. അതെന്താ സാർ? വേറെ ഒന്നുമല്ല, ഇവിടെ ഇപ്പോ മാറി നിൽക്കാൻ പറ്റുന്ന കണ്ടീഷനിലല്ല ഞാൻ. ഓ ഓക്കെ സാർ, ഡേറ്റ് മാറ്റിയാ പോരെ? അങ്ങനെയാണ് ഒരു 1 ഇയർ തന്ന ഓക്കെ ആണോ സാർ? പറ്റില്ലല്ലേ? അതെന്നെ, ക്യാൻസൽ ഇറ്റ്. ഓക്കെ സാർ. ബട്ട് സാർ, ഇറ്റ്സ് എ ഗുഡ് ഓഫർ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ അവർ കമ്പനി. അതൊക്കെ ശരിയാണ്, പക്ഷേ അവനല്ല ഇവിടുത്തെ CEO, ഞാൻ വെറും PA. സോ അവൻ ഓക്കെ ആയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഓ ഓക്കെ സാർ. സാർ, യെസ്. മീറ്റിംഗ് സ്റ്റാർട്ട് ആവാൻ പോവാ. ദേ വരുന്നു. ഗുഡ് മോർണിംഗ് എവരിവൺ. മോർണിംഗ് ഇഷാൻ. ഹേയ് അഭിരാമി. എന്താടോ, സുഖല്ലേ? പിന്നല്ലാതെ, കുറെ ആയാലോ കണ്ടിട്ട്. അതെ, ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ബിസി ആയിപ്പോയി. ഇപ്പോഴാ നിങ്ങളുടെ കമ്പനിയായിട്ട് കൊളാബറേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നാട്ടിലേക്ക് വന്നത്. യു ലുക്ക് ബ്യൂട്ടിഫുൾ. ഐ മീൻ, സ്റ്റാർട്ട് ദ മീറ്റിംഗ്. ഇഷാൻ, എനിക്ക് വിയാന്റെ സിഗ്നേച്ചർ വേണം. ഓ, അവനിപ്പോ കമ്പനി നോക്കാറില്ല, ഞാനാ. സോ എന്റെ മതിയില്ലേ? നോ, നെവർ. അത് കമ്പനിയുടെ CEO തന്നെ വേണം. അവനിപ്പോ ഇങ്ങോട്ട് വരാനുള്ളൊരു സിറ്റുവേഷനിലല്ല. അത് സാരില്ല, ഞാൻ അങ്ങോട്ട് പോയി കണ്ടുകൊണ്ട്. അത് അഭിരാമിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒരിക്കലുമില്ല. എന്നാൽ വാ പോവാം. ചില്ലയിൽ കിളികളുണരുന്നു, ഹൃദയമാം വനികയിൽ ശലഭമലയുന്നു. എന്ത് തേങ്ങയുടെ മാറി ഈ കുത്തി കയറ്റുന്നേ, എന്ത് മയക്കുമരുന്നാണ്.
എടാ ഞാൻ തോറ്റ് ഞാൻ തോറ്റു പോയടാ, ജീവിതത്തിന് തോറ്റു. ആരാ പറഞ്ഞ നീ തോറ്റുന്ന്? മിണ്ടാണ്ട് അവിടെ പോയി കടന്നേ. ഇല്ല, ഞാൻ ഒരുത്തരെ എന്നെ തോപ്പിച്ചത്. ഞാൻ എല്ലാവരെയും തോറ്റു, എന്നെ എല്ലാവരും തോൽപ്പിച്ചു. എടാ ഇല്ലടാ, അങ്ങനൊന്നുമില്ല, നീ കിടന്നേ. വേണ്ടടാ, എനിക്ക് ജീവിക്കണ്ടടാ, എനിക്ക് ജീവിക്കണ്ട. ഓ ഇവൻ അഭി ആ മരുന്നൊന്നും എടുക്കോ? ഏതാ? അത് ആ ഇപ്പൊ എടുക്കാം. ഇന്നാ. താങ്ക് യു. ദേ നോക്കി സച്ചു, ഇത് കഴിച്ചേ. എനിക്ക് വേണ്ടടാ, എനിക്കൊന്നും വേണ്ട. ഹേയ് അങ്ങനെ പറയല്ലേ പ്ലീസ്. എനിക്ക് വേണ്ടി ഈ ഒരൊറ്റ മരുന്ന്. എനിക്ക് മരുന്നൊന്നും വേണ്ട, കുറച്ച് വിശണ്ടേ താടാ. ഓ ഇവൻ പ്ലീസ് പ്ലീസ് ഒരൊറ്റ ഒന്ന് കഴിക്കടാ. ഇത് കഴിച്ചാ ഞാൻ ചാവോ? ആ ചാവും. എന്നാത്താ? ഇഷാൻ, എന്താ അവന് പറ്റിയത്? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. അത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൻ. എന്താണ് കുട്ടാ, കോളേജിലൊന്നും പോണ്ടേ? എണീക്കടാ. ഗുഡ് മോർണിംഗ് അമ്മ. മോർണിംഗ് സച്ചുട്ടാ. എന്തോ നല്ല മടി, പോവാൻ തോന്നുന്നില്ല. ആഹാ, അതെന്താണ് നിനക്ക് ഇപ്പൊ ഒരു മടി? നീ ആ ജാസിനെ കണ്ട് പഠിക്കാനുള്ള പണിയിലാണോ? ഇപ്പൊ തന്നെ 4 സപ്ലി കൊണ്ട് നിൽക്ക. അതൊക്കെ ഇനി എന്ന് പാസ്സായിട്ടാണോ എന്തോ. എന്തിനാ നീ ചിരിക്കണേ? അമ്മ ഒന്ന് ബാക്കിൽ നോക്ക്. മോനേ ജാസു, എനിക്കിനൊന്നും കേക്കണ്ട. പോയി പോയി സ്വന്തം മോനോട് സ്ലേഹില്ലാണ്ട ഈ തള്ളക്ക്. അത് പിന്നെ അമ്മ, ഞാൻ അമ്മയുടെ സ്വന്തം മോൻ, എന്നിട്ടും അയ്യോ ഇതൊന്നും പറഞ്ഞു കരയാൻ ആരില്ലല്ലോ. ഓവർ റിയാക്ടിങ്. ഒന്ന് പോടാ അവിടുന്ന്. വേഗം റെഡിയായി രണ്ടും വാ കഴിക്കാൻ. അല്ല നീ എന്തിനാ ചിരിക്കണേ? സുമ്മാ. ഓഹോ, മാറങ്ങോട്ട്. ഡജക്ക, നീ കിടക്കാനുള്ള പ്ലാനാണോ? എനിക്ക് കോളേജിൽ പോകേണ്ടതാണ്. ഓ, എനിക്ക് കോളേജ് ഇല്ലാത്ത പോലെ. നിന്നെ പോലെ അല്ല ഞാൻ പഠിക്കാൻ പോകുന്നതാ. അപ്പം ഞാൻ എന്നിട്ട് നെയ്യപ്പ് ഉണ്ടാക്കാൻ പോകുന്നതാ. ഓ, നീ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ 4 സപ്ലി അവിടെ ഉണ്ടാവില്ലായിരുന്നു. അത് നീ ഇനി കൂടുതലൊന്നും പറയണ്ട. നിന്നോട് സംസാരിച്ചെന്നാൽ ഞാൻ ലേറ്റാവും. ഞാൻ പോയി കുളിക്കട്ടെ, പോടുന്നു. അച്ഛാ, ആ ഒരു ദോശ എടുത്തേ. എന്നാ കേറ്റ്. അച്ഛാ അമ്മ, ഞാൻ ഇറങ്ങാട്ടോ. ആ സച്ചുട്ടാ. ഡാ, എന്തണ്ടാ, ഞാനും അങ്ങോട്ട് തന്നെയാണ്. നിക്ക്. അതെ, നീ കറിയൊക്കെ കൂട്ടി ദോശ കഴിച്ച് വരുമ്പോഴേക്കും ബെല്ലടിക്കാനാവും. ശടാ നിൽ, എന്റെ കഴിഞ്ഞ്. ഡാ, ഓ പറ, നിന്റെ ഭാവി പരിപാടി എന്താ? എന്ത്, ഇങ്ങനെ സപ്ലി അടിച്ച് അച്ഛൻ്റെ ചിലവിൽ ജീവിക്കാനാണോ പ്ലാൻ? ഏയ് അല്ല. എന്നിട്ടാണോ ഈ 4 സപ്ലി? അത് നിനക്ക് പാസ്സാവണ്ടേ? നിന്റെ പാരൻസിൻ്റെ ഒരു മകനല്ലേ നീ? അപ്പോൾ ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആവല്ലേ. നിനക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടെങ്കിലും ഒന്ന് നീ പഠിക്ക്. എന്ത് നിനക്ക് ഡിഗ്രി ചെയ്യാൻ താല്പര്യമില്ലേ? പിന്നെ എന്തിനാ പഠിച്ചേ? വേറെ വല്ലതും എഴുതി ജോബ് വാങ്ങിച്ചൂടെ? അത് നീ ഡിഗ്രി എടുത്തോണ്ട്. പിന്നല്ലാതെ, നീ എവിടെ പോയാലും ഞാനുണ്ടാവും. അത് 10 വയസ്സ് മുതൽ അങ്ങനെയല്ലേ? അതും പറഞ്ഞ് നിന്റെ പാഷൻ, നിന്റെ ഡ്രീം, നിന്റെ ഇഷ്ടം എല്ലാം വേണ്ടെന്ന് വെക്കണം. ഞാൻ വേണ്ടെന്ന് വെച്ചില്ലല്ലോ. നീ പഠിക്കുന്നത് വരെ നിന്റെ കൂടെ ഞാനുണ്ടാവും. നീ ജോലിക്ക് കയറുമ്പോൾ വേറെ ജോലിക്ക് ഞാൻ കയറും. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട അത് ഞാൻ എഴുതിയെടുക്കും. അത് കേട്ടാ മതി. വാ ഇറങ്ങ്, കോളേജെത്തി. ആ
മതിടാ മതി, ഇനി നോക്കി അവൻ നിന്ന് നിൽപ്പിൽ പ്രസവിക്കും. വല്ലതും പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കൂ കുരുപ്പേ. ആ ശ്രദ്ധിക്കുക. ഉവ കണ്ട്. അല്ലടാ, നിനക്ക് ഇവനെ പോയി പ്രപ്പോസ് ചെയ്താൽ എന്താണ്? ഏയ് അതിപ്പോ അല്ല, ടൈമുണ്ടല്ലോ. നീ ടൈം നോക്കിയിരുന്ന അവൻ കമ്മിറ്റഡ് ആവും, നോക്കിക്കോ. അല്ല, ഈ പറയുന്ന ആള് ആ BCA പഠിക്കുന്ന അഭിരാമിനെ കുറെ ആയാലോ വളയ്ക്കാൻ നോക്കുന്നത്? വല്ലതും നടന്നോ? അതിപ്പോ എന്തിനാ ഇവിടെ പറയേണ്ട ആവശ്യം? യു ചുപ് ജയ. ഹൗ മെനി ടൈംസ് ഐ ടോൾഡ് യു ഇറ്റ്സ് ജയ് നോട്ട് ജയൻ. ഓഹോ, നീ പോട ജയ. അയ്യോ വൃത്തികെട്ടവൻ. അല്ല, ഇവൻ എന്താ ഈ ഇന്ത്യ വെച്ച കൊരങ്ങനെ പോലെ? എന്താണ്? ഏയ് ഒന്നുമില്ല. അല്ല ഡിഷാനെ, ഇവരുടെ കഥ എന്താ? എനിക്കങ്ങോട്ട് കത്തണില്ല. ഞാൻ പറഞ്ഞു തരാം. അതായത് ജാസ്പർ നിക്കോളാസ്, അതായത് നമ്മുടെ ജാസ്, ആൻഡ് വിയാൻ രുദ്ര, അതായത് നമ്മുടെ സച്ചു. ഇവര് നൈബേഴ്സാണ്. ഒരിക്കൽ വിയാൻ്റെ അച്ഛനമ്മയും ഒരു ആക്സിഡന്റിൽ മരണപ്പെടുകയും പിന്നീട് കോടിക്കണക്കിന് സ്വത്തിൻ്റെ ഒരേ ഒരു അവകാശി ഈ സച്ചു ആവുകയും ചെയ്തു. അനാഥനായ സച്ചുവിനെ അവൻ്റെ ചിറ്റ ഏറ്റെടുത്ത് വളർത്താൻ തുടങ്ങി. പക്ഷേ അവൻ്റെ ഇരുണ്ട ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായിട്ടായിരുന്നു നമ്മുടെ ജാസ് വരുന്നത്. അങ്ങനെ ജാസിൻ്റെ അച്ഛനമ്മയും സച്ചുവിൻ്റെ അച്ഛനമ്മയായി. ഇരുവരും തമ്മിൽ ഒരു വലിയ ബോണ്ട് വന്നു, ബെസ്റ്റ് ഫ്രണ്ട്സ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജാസിൻ്റേത് പ്രണയമായി. ട്രാജഡി, വൺ സൈഡ് അല്ലേ? നല്ല പാടാ. അതന്നെ. നീ വേഗം പറഞ്ഞേക്കൂട്ടാ. അല്ല, അവൻ വല്ല സ്ട്രെയിറ്റ് ആണെങ്കിലോ? ഐ വിൽ മേക്ക് ഹിം മൈൻ. ഞായി ഡോണ്ട് ഫോഴ്സ് ഹിം. നോ, ഐ എം നോട്ട് ഗോണ ഫോഴ്സ് ഹിം. പക്ഷെ അവൻ്റെ കണ്ണുകളിലൂടെ എനിക്ക് കാണാൻ സാധിക്കും അവന് എന്നോടുള്ള പ്രണയം. ബെല്ലടിച്ചു. അപ്പം ഇറങ്ങിയാലോ? നമുക്ക് ക്യാൻറ്റീനിൽ പോവാം. അവനെ വിളിക്കട്ടെ. സച്ചു, നീ വരണില്ലേ? എടാ ഞാൻ വരാം, എനിക്ക് ഓഫീസിൽ പോകാനുണ്ട്. ആണാ? എന്നാ നീ നേരിട്ട് അങ്ങോട്ട് വാ. ശരി. ജാസ്, ആ BCAക്കാര് രുദ്രനെ വാങ്ങിയേക്കുന്നു. അതെ, ആ ബാത്റൂമിന്റെ ഭാഗത്ത്. ഞാൻ ദാ വരുന്നു. എൻ്റെ മോനെ, നീ ക്ലാസ് റപ്പൊക്കെ ആയിരിക്കും, പക്ഷേ ക്യാപ്റ്റൻ നീയല്ല, അത് നിന്റെ കൂടെ നടക്കുന്ന മറ്റവനാ. അതും പറഞ്ഞ് ഞങ്ങൾ ഒറ്റിക്കൊടുക്കാനൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഹക്കത്തിനെ തീർക്കാൻ ഞങ്ങൾക്കറിയാം. പിന്നെ നിന്നെ മാത്രമായിട്ട് എടുത്തതിന് കാരണം എന്താണെന്നറിയാലോ? നീ ഒരുത്തനാ എല്ലാ പ്രാവശ്യം ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് കാട്ടി കൊടുക്കുന്നവൻ. അതുകൊണ്ട് നിന്നെ ഒന്ന് വാൺ ചെയ്യാൻ വേണ്ടി വന്നതാ. വെറുതെ ജസ്റ്റ് ഒന്ന് കയ്യും കാലും ഓടിക്കും, വേറെ ഒന്നും ചെയ്യില്ല. നീ ഓടിക്കടാ, നീ ഓടിക്കേ. നീ ഓടിക്കണ ഞാനൊന്ന് കാണട്ടെ. പിന്നെ എൻ്റെ ചങ്കിടിപ്പിനെ വന്ന് നിങ്ങൾ ചൊറിഞ്ഞ ഞാൻ നോക്കി നിൽക്കുന്നു വിചാരിച്ച? ജാസ്, നമ്മ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഇവനോടെ പ്രശ്നമുള്ളൂ. നീ മാറി നിന്നേ. എടാ മൈ ഡിയറേ, ഞാൻ നല്ല ഉണ്ണി ചമയാൻ വന്നിട്ടില്ല ഇവിടെ. ഞാനിവിടെ നിൽക്കുന്ന പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി അതിന് കൂടുതൽ എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിൻ്റെയൊക്കെ കിടുങ്ങാമണി ഞാൻ പറിച്ച് കളയും. ജാസ്, വേണ്ട വിട്. സച്ചു, മിണ്ടാണ്ടിരി. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തുടരാൻ ഞങ്ങളെ. തൊട്ട് കഴിഞ്ഞ്. ജാസ്പർ, ഞാൻ തന്നിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. വാട്ട് ആർ യു ഡൂയിങ്? യു ആർ എ ക്യാപ്റ്റൻ, കുട്ടികൾക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കേണ്ടവൻ. എന്നിട്ടും നീയായിട്ട് തന്നെ ഇവിടെ ഒരു അടി ഉണ്ടാക്കുന്നു. ആൻഡ് യു ഗൈസ്, നീയൊക്കെ എന്തിനാ കോളേജിൽ വരുന്നത്? മയക്കുമരുന്നും കഞ്ചാവടിച്ചിരിക്കാനാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. അതുമാത്രമല്ല, ഇതൊക്കെ കണ്ടുപിടിച്ച് എന്നോട് വന്ന് പറഞ്ഞവന് വധഭീഷണി. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ ഡെഫിനറ്റ്ലി ഐ എം ഗോണ സസ്പെൻഡ് യു ബോത്ത്. നൗ ഔട്ട്. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ജാസ്, യു ആർ എ ക്യാപ്റ്റൻ, യു മസ്റ്റ് ടു ബി കാം ആൻഡ് ഫ്രണ്ട്ലി വിത്ത് അതേഴ്സ്. പിന്നെ
നിന്നെ തൊടാൻ വന്നാൽ ഞാൻ ഇണങ്ങാണ്ടിരിക്കല്ലേ? ലുക്ക് ജാസ്, എനിക്ക് എന്നെ നോക്കാൻ അറിയാം. അതിന് ഒരാളുടെ ആവശ്യമില്ല കേട്ടോ. ഇനി എന്തെങ്കിലും ഇതുപോലെ ചെയ്താൽ ഓ ഇല്ല, നിർത്തി. ഹേ ജാസ്. ഹേ ടീന, എന്തുണ്ടോ? എടാ നീ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ ഔട്ടിങ്ങിന് വരുമോ ഇന്ന്? ഓ ഇപ്പോഴോ? ആ നീ എങ്ങോട്ടാ? ഞാൻ പോണു. അപ്പോൾ ജാസ്മിനെ വിളിക്കല്ലേ? അവൻ വന്നോളും. ബൈ. ഡാ ദേ സച്ചു പോയി. പോയാ? ആ എടോ ഞാൻ ഇന്നില്ല, ഞാൻ പോണേ. ബൈ. ഓ സാരില്ല, ബൈ. ഓയ് സച്ചു. ആ എന്തെണ്ടാ? എടാ എനിക്കിവിടെ കയറാം. എന്തിന്? ഐസ്ക്രീം കഴിക്കാൻ. എനിക്കൊന്നും വേണ്ട. നീ കഴിച്ചേ പറ്റൂ. ഇവിടത്തെ ഐസ്ക്രീം ഉണ്ടല്ലോ, പറയാണ്ടിരിക്കുന്ന ആ ഭേദം എന്ത് ടേസ്റ്റാന്നറിയോ? ആ മൂല് തന്നെയല്ലേ, ഒരു കമ്പനി തന്നെയല്ലേ, ഒരുപാട് തവണ ഞാൻ കഴിച്ചിട്ടുണ്ട്. സോ എനിക്കിപ്പോൾ വേണ്ട. ഇവിടെ എന്തുവാടാ, വന്ന് കഴിക്കേ. നീ കഴിച്ചാൽ എനിക്കൊരു തൃപ്തിയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചാൽ നിന്റെ കൊതി കൂടി എനിക്ക് കിട്ടും. ജാസേ, നീ എൻ്റെ കൊതി കിട്ടുമെന്ന് പറഞ്ഞ് കഴിക്കാണ്ടിരിക്കണ്ട. കാരണം ഐ ഹേറ്റ് ഐസ്ക്രീം. സിൻസ് വെൻ യു ഹേറ്റ് ഇറ്റ്? നീ എന്ന് തൊട്ട് ഇത് ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ അന്ന് മുതൽ. ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ നീ വെറുക്കേണ്ടതായി വരുമല്ലോ. ആ അങ്ങനെയെങ്കിൽ വെറുക്കും. എന്തേ? ഈയിടെ പോവേ, നീ എന്തിനിപ്പോൾ ചൂടാവുന്നത് എന്താണെന്ന് നിനക്കറിയില്ല? ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പം മനസ്സിലാവും. ഞാനെന്തിട്ടാ ചെയ്തേ ഇവൻ ഇത്രമാത്രം ദേഷ്യപ്പെടാനായിട്ട്? എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, കണ്ടുപിടിക്കണം. ഓ വന്നപ്പോൾ കുത്തിരിക്കണാണ് അവൻ ആ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേടാ? പോയിരുന്ന് കുത്തിയിരുന്ന് പഠിക്കണം. എൻ്റെ അമ്മേ, കോളേജിൽ നിന്നല്ലേ ഞാനിവിടെ എത്തിയത്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. എടാ നീ കോളേജിൽ അംഗം വെട്ടിനൊന്നും പോയതല്ലല്ല, അവിടെ വെറുതെ ബുക്ക് തുറന്ന് വായി നോക്കിയിരിക്കാനല്ലേ. അതും ഇതും ഒരു വ്യത്യാസമില്ല. വന്ന് എന്നെ അടുക്കളയിൽ എന്തിനു സഹായിച്ചാൽ 4 നേരം തിന്നാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കത്തില്ല. ഓ ഞാൻ ദേ വരുന്നു. ആ വാ. നീ ആ സച്ചൂനെ കണ്ടു പഠിക്കടാ. ആ കുഞ്ഞ് ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവനെ വെച്ച് നോക്കുമ്പോൾ നീ ഒന്നുമല്ല. എന്നിട്ട് നിന്നെ തീറ്റിപ്പോറ്റി ഇത്രയും വലുതാക്കണത് ഞങ്ങൾക്ക് വയസ്സങ്ങടുത്ത് കുറച്ച് വെള്ളം കിട്ടാനാണ്. അതെങ്കിലും കിട്ടോ? വല്ല ഉപകാരം ഉണ്ടാവോ? അമ്മേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരാളെ വെച്ച് താരതമ്യം ചെയ്യരുതെന്ന്. ഞാനാണ്. ഐ ആം യൂണീക്ക്. ഏത് യൂണിക്കോൺ? അതല്ല യൂണീക്ക്, ഞാൻ ഡിഫറെൻ്റ് ആണ്. എല്ലാവരും അവരുടേതായ രീതിക്ക് ഡിഫറെൻ്റ് ആണ്. ഞാൻ അങ്ങനെ നിൽക്കൂ. നിങ്ങൾക്ക് പച്ചവെള്ളം തരാനല്ലേ, അത് ഞാൻ തന്നുകൊണ്ട്. എന്ത് പറഞ്ഞാലും കുനിഷ്ട ന്യായങ്ങളായിട്ട് വന്നോളൂ കേട്ടോ. അതിരുന്ന് പരുത്ത് വേക്കാം. പരുത്തുവാ. എന്തുവാ ഇവിടെ അമ്മയും മോനും? നിങ്ങളുടെ ഒച്ച ജംഗ്ഷൻ വരെ കേൾക്കാലോ. ഇതിനേക്കാളും ഭേദം നിങ്ങൾ അവിടെ പോയിരുന്ന് തല്ലുണ്ടാക്കുന്നതാ. ഇതാവുമ്പോ പിന്നെ ആൾക്കാർക്ക് എത്തിച്ചോക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ അച്ഛാ, അമ്മ സ്ഥിരം പല്ല ഇതന്നെ എന്നോട് പഠിക്കാൻ. അതവൻ ചെയ്യില്ലെന്ന് നിനക്കറിയാം. പിന്നെ നീ എന്തിനാ കഷ്ടപ്പെട്ട് വായത്തെ വെള്ളം കളയുന്നേ? അത് ശരി അച്ഛാ. എന്താ അച്ഛാ? നീ എന്നോടൊന്നും മിണ്ടണ്ട. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്ന? പറഞ്ഞിരുന്നു. എന്നിട്ട് നീ അത് ചെയ്താ? ചെയ്തില്ല. അനുഭവിച്ചോ? അവസാനം ഞങ്ങൾ രണ്ടുപേരും കുറ്റക്കാരാന്ന് നീ പറയരുത്. ഇല്ല, ഞാൻ പറഞ്ഞോണ്ട്. പറയൂപ്പോ. മഞ്ചാടിപ്പുറത്തിലെ കുഞ്ഞാറ്റക്കുരുവിക്ക് മകരനിലാവിൻ മനസ്സറിയും. വെള്ളാതെ വലിക്കുന്ന കണ്ണോട്ട് മേൽക്കുമ്പോൾ മനസ്സിന്റെ ജാലകം തുറന്നു പോകും. പകൽക്കിനാവിൻ നിഴലുകളിൽ പരാഗമായി നിന്നോർമ്മകൾ. ഇനിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. അവന് വേറെ ആരെങ്കിലും കൊണ്ടുപോകണേക്കാളും മുമ്പ് ഞാൻ പോയി പ്രപ്പോസ് ചെയ്തിരിക്കണം. പക്ഷെ ഇങ്ങനെ നേരിട്ട് പോയി പറയണം.
അല്ലാണ്ട് വേറെ എന്ത് തേങ്ങ കാട്ടാനാ? ഐ ആം കോൺഫിഡൻറ്റ്. ഐ ക്യാൻ ഡു ദിസ്. യെസ്, യു ക്യാൻ ഡു ദിസ് ജാസ്പർ. ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഒന്നും എന്നോട് മിണ്ടുന്നില്ല. ദാ നമ്മൾ കോളേജിലെത്തി, സ്റ്റിൽ യു ആർ നോട്ട് ടോക്കിംഗ്. വാട്ട് ഹാപ്പൻ ടു യു? ഞാൻ ഇന്നലെ ചൂടായതിൻ്റെ പേരിലാണോ? ഏയ് അതല്ല. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറ, എന്താ? എനിത്തിങ് സീരിയസ്? യാ, ഇറ്റ്സ് എ ബിഗ് സീരിയസ്. ദെൻ സേ ഇറ്റ്. അത് പിന്നെ yeah, come on man. I love you. Huh? I mean, I love you and I wanna be your boyfriend. Jess, are you serious or are you pranking with me? Prank? എൻ്റെ കണ്ണി നോക്കടാ നീ. പ്രാങ്ക് ചെയ്യാൻ ഇതൊക്കെ ഞാൻ എന്തിനാ? എടാ ഞാൻ സത്യമായിട്ടും പറഞ്ഞത്. I love you. I really love you. Jess, I'm not that type. I'm not a gay and I'm straight. എനിക്കിതിനോടൊന്നും താല്പര്യമില്ല. പ്ലീസ് ലീവ് മീ അലോൺ. പ്ലീസ് സച്ചു, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ കുറേ കാലമായിട്ട് ഇത് പറയാൻ നടക്കുന്നു. ഇപ്രാവശ്യമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോകും. എടാ നീ പറഞ്ഞു, ഞാനതിന് റിപ്ലൈ ആണ് തന്നത്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. ഓക്കെ, ഞാൻ ഗേ അല്ല, എനിക്ക് ഗേൾസിനാണ് ഇഷ്ടം. ഓക്കെ, ആൻഡ് എനിക്ക് നിന്നൊരു ബെസ്റ്റ് ഫ്രണ്ടിനേക്കാൾ കൂടുതൽ വേറൊരു രീതിക്ക് കാണാൻ സാധിക്കത്തില്ല. നീ എത്ര ഫോഴ്സ് ചെയ്തിട്ടും കാര്യമില്ല. ജാസ് അണ്ടർസ്റ്റാൻഡ് മീ ഫസ്റ്റ്. എടാ അങ്ങനെയല്ല സച്ചു, നിനക്കിപ്പോൾ ഇങ്ങനെ തോന്നുന്നതാ. ആക്ച്വലി നിനക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷേ നിനക്ക് ചമ്മൽ, പേടി, അല്ലെങ്കിൽ ഇപ്പോഴും നിനക്ക് നിൻ്റെ മൈൻഡിനോടും മനസ്സിനോടും അതിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഐ നോ യു ലവ് മീ. ആര് സൈക്കോപാത്ത്? നിനക്ക് ഒരു പ്രാവശ്യം പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എനിക്ക് താല്പര്യമില്ല, അത്ര തന്നെ. മാറ്. അതെന്താ നിനക്ക് താല്പര്യമില്ലാത്ത? എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷെ നീ കാട്ടാത്ത. നോക്കിക്കോ, നിന്നെക്കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയിപ്പിക്കും. അതിനുള്ള എല്ലാ വഴിയും എൻ്റെ കയ്യിലുണ്ട്. നിന്നല്ലാണ്ട് വേറെ ആരെയും ഈ ജാസ്പർ കേട്ടില്ല. ഇനി നീയായിട്ട് വേറെ ആരെയും തേടിപ്പോയാ നിന്നെ ഞാൻ കൊല്ലും. അല്ലെങ്കിൽ നീ എൻ്റേതാവണം. ഇതിൽ എന്തെങ്കിലും ഒന്ന് ഞാൻ നടത്തും. യെസ്, ഐ എം സൈക്കോപാത്ത്. വെൻ ഇറ്റ്സ് അബൌട്ട് യു. നോക്കടാ, ദേ അവൻ വരുന്നു. എന്തൊക്കെയായിരുന്നില്ലേ? യാ മാൻ, ഇവനെ കണ്ടാ പറയോ ഇങ്ങനത്തെവനാണെന്ന്. എനിക്ക് തോന്നിയിരുന്നു ഇവന്മാര് രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നത് കണ്ടപ്പോ. Why they all are laughing? What's happening here? What's going on? Huh? What the hell? സച്ചു, സത്യം പറ, അവിടെ ഇരിക്കുന്ന ആ പോസ്റ്റർ അതാരങ്ങനെ ചെയ്തത്? നീയാണോ? ഞാനാണ്. എന്തേ? എടാ നായേ. ഞാൻ ഇന്നലെ നിന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞതല്ലേ എനിക്കിതിനോട് താല്പര്യമില്ലെന്ന്. പിന്നെ why you doing this? Why you making me like this? People are laughing about me. Why? അവരെ നിന്നെ ഗേ ആയിട്ടല്ലേ കാണൂ. ഇത്ര വൃത്തികെട്ടൊരു പോസ്റ്റ് എനിക്ക് വേണ്ടി, അതും നമ്മ തമ്മിൽ. എടാ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാടാ. പ്ലീസ്, ഐ എം ബെഗിങ് യു, ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. നോൺസെൻസ്? നിനക്കത് വെറും നോൺസെൻസ് ആണെങ്കിൽ എനിക്കങ്ങനല്ല.
ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, നീയും മറിച്ച് എന്നെ തിരിച്ചിഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അത് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ജാസുട്ടാ, എന്തുണ്ട് മോനെ നിനക്ക്? മുഖമൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ, എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല അമ്മ. ഡാ എന്താണ്ടാ? അച്ഛ അത് പറ. ഞാൻ സച്ചിനോടെല്ലാം പറഞ്ഞു. എന്നിട്ട് എന്തായി? അവൻ തന്ന സമ്മാന ഈ അടി. അവൻ ഈ ടൈപ്പെല്ലാം പറയുന്നത്. ഏയ് അങ്ങനല്ല, അവൻ നിന്നെ കളിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. ഇല്ലമ്മ, അവൻ എന്നെ ഇഷ്ടമല്ലെന്ന് അവൻ പറഞ്ഞാൽ അവൻ്റെ കണ്ണുകളത് പറയില്ല. ലവ് മീ, ബട്ട് അവനത് മനസ്സിലാവുന്നില്ല. ഞാൻ പോയി കിടക്കട്ടെ. ചെല്ല. എന്നാലും അവൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. എന്തിനാ അവനെ അടിച്ചത്? ഇത്രയ്ക്കും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവന് കാര്യം പറഞ്ഞാ പോരെ? ഏയ് അത് ചിലപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കും. നീ വാ. ഇന്നേ വരെ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടില്ല. ഈ ഒരു പോസ്റ്ററിന്റെ പേരും പറഞ്ഞു ഞാൻ അവനെ കുറേ തല്ലി. അവന് ഹാർട്ടായിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. ഇല്ലാണ്ടിരിക്കാനായിട്ട് അവൻ ബൊമ്മയും പ്രതിമ ഒന്നല്ലല്ലോ. എന്തിനാ? എന്തായാലും നാളെ തന്നെ പോയി ഞാൻ അവനോട് സോറി പറയും. ഐ ക്യാൻ ലിവ് വിത്തൗട്ട് ഹിം. അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഞാനെങ്ങനെ അവനെ അവോയ്ഡ് ചെയ്യാ? അച്ഛാ, ജാസ്. ലിസിയെ ചായ എടുക്ക്. ആ ഏട്ടാ. ജാസ്. ആ സച്ചു. ജാസ്, ഐ എം റിയലി സോറി. ഞാൻ ഇന്നലെ നിന്നെ അങ്ങനെ തള്ളാനൊന്നും പാടില്ലായിരുന്നു. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. നീ ക്ഷമിച്ചു എന്ന് പറ പ്ലീസ്. എനിക്ക് പറ്റണില്ലടാ. അതെ, എനിക്കും പറ്റണില്ലടാ. നീ എന്നോട് ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞാൽ മതി പ്ലീസ്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയിട്ടാടാ. എടാ, നിനക്കെപ്പോഴും എന്താ മനസ്സിലാവാത്തെ? എനിക്കങ്ങനെ നിന്നെ കാണാൻ പറ്റത്തില്ല. ശരി, നീ എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ തോന്നും. അതുകൊണ്ട് ഞാനായിട്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാം. ജാസ്, കത്തി അവിടെ വയ്ക്ക്. ഇല്ല, വേണ്ടടാ. ഞാൻ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാ. ജാസ്, ഈ നേരത്തെ തമാശ കാട്ടാൻ നേരമില്ല. അതവിടെ വെക്ക്. ഇല്ല സച്ചു, ഞാൻ എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോവാം. ഓ ശരി ശരി, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. നമുക്ക് ബോയ് ഫ്രണ്ട് ആവാം. ആർ യു സീരിയസ്? യെസ്, നമുക്ക് ബോയ് ഫ്രണ്ട് ആവാം. ഐ ലവ് യു. വാ, ഇത് നമുക്ക് അച്ഛനോടും അമ്മനോടും പറയാം. ജാസ്, പക്ഷേ മിണ്ടരുത്. വാ. അച്ഛ, അമ്മ, നിങ്ങൾ അറിഞ്ഞോ ഞങ്ങൾ ബോയ് ഫ്രണ്ട്സാണ്? ശരിക്കും? ആ. ഓ, സമാധാനമായി. അപ്പം എന്തായാലും 1 മാസം കൂടിയല്ലോ നിങ്ങളുടെ ക്ലാസ് ഉള്ളൂ. അങ്ങനെയെങ്കിൽ അടുത്ത മാസം നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം ഞാൻ അങ്ങോട്ട് നടത്താം. പക്ഷേ അച്ഛാ. ഒരു പക്ഷേയില്ല, രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കണം. സച്ചു, എന്തെങ്കിലും പറ. ഞാനെന്തു പറയാനാ, നിങ്ങളായിട്ട് ആഗ്രഹിച്ചല്ലേ? ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട്. ഐ ലവ് യു സച്ചു. സച്ചുവിന് എന്തായാലും അവൻ്റെ കമ്പനി ഏറ്റെടുക്കാം. അതേപോലെ തന്നെ ജാസിനും അച്ഛൻ വർക്ക് ചെയ്യുന്ന കമ്പനി അവനും കിട്ടും. രണ്ടുപേർക്കും ജോലിയായി. പിന്നൊന്നും പേടിക്കാനില്ലല്ലോ. അതെ അതെ, ഇനി വേറൊന്നും നോക്കണ്ട. അടുത്ത മാസം തന്നെ രണ്ടുപേരും അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കാം. जो ना कह सके तुम, जो ना कह सके हम, जो ना कह सके तुम, जो ना कह सके हम, कहने लगी दोनों से वो
खामोशियां ओ साथिया कहने लगी दोनों से वो खामोशियां ओ साथिया 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 എങ്ങനെയല്ലോ ഒരു മാസം കടന്നു പോയത്. ടുഡേ വി ആർ ഗെറ്റ് മാരീഡ്. ഐ എം സോ ഹാപ്പി. പോയാലോ? പോവാം. നിൻ്റെ ആഗ്രഹമൊക്കെ നടന്നല്ലോ. നിനക്ക് നിൻ്റെ ഇഷ്ടത്തിനുള്ള ലൈഫ് നിനക്ക് കിട്ടിയല്ലോ. പക്ഷേ നീ എൻ്റെ ലൈഫ് നോക്കിയില്ല. ആ സച്ചു, നീ എന്താ പറയുന്നേ? നീ എന്താ പറയുന്നേ? എടാ, നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാ ഇതൊക്കെ നടത്തിയെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ സമ്മതത്തോടു കൂടിയാണോ ഇതൊക്കെ നടന്നത്? അല്ല, നീ നിൻ്റെ ഫാമിലി നിങ്ങളുടെ ഇഷ്ടത്തിന് എൻ്റെ ഒരു അനുവാദം പോലും ചോദിക്കാതെ. സച്ചു, എന്തത്? പിന്നെ കൈമുറിച്ച് ചാവാൻ നിൽക്കുന്നവൻ്റെ അടുത്ത് കെട്ടില്ലെന്ന് പറയണോ? എനിക്ക് നഷ്ടപ്പെടാൻ പോണ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഓർത്ത് ഞാൻ സാരില്ല അവൻ മരിച്ചോട്ടെ എന്ന് നിൽക്കണോ? പറ നീ. സച്ചു, ജാസ്, നീ ഒരു കാര്യം ഓർത്തോ. പറഞ്ഞ പോലെ നമ്മൾ ഹസ്ബൻഡ്സ് ആയിരിക്കും, പക്ഷേ ഒരിക്കലും ഞാൻ നിൻ്റെ പാർട്ട്ണറായിട്ട് ആക്സെപ്റ്റ് ചെയ്യത്തില്ല, ചെയ്യാൻ പോകുന്നതുമില്ല. ഇനി കെട്ടുവാൻ ചമയാനായിട്ട് എൻ്റെ അടുത്ത് വരാൻ വേണ്ട. വി ആർ റൂംമേറ്റ്സ്. ഒരു വീട്ടിൽ താമസിക്കുന്ന 2 സുഹൃത്തുക്കൾ. അതിനുപരി ഒന്നും നമുക്കിടയിൽ ഉണ്ടാവാനും പാടില്ല, ഉണ്ടാവുകയുമില്ല. എൻ്റെ തെറ്റ, ഇല്ല എൻ്റെ തെറ്റ. ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പ്രണയത്തിന് ഭ്രാന്ത് പിടിച്ചെനിക്ക് അവൻ്റെ വേദനകളും അവൻ്റെ ഇഷ്ടങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. എൻ്റെ മാത്രം തെറ്റ. പക്ഷെ ഇല്ല, നിനക്കെന്നെ ഇഷ്ടമാണ്, അത് ഞാൻ തെളിയിക്കും. ഞാനൊരു നല്ല ഭർത്താവാണെന്ന് നിനക്ക് ഞാൻ കാട്ടിത്തരും. അപ്പോൾ മനസ്സിലാവും എൻ്റെ സ്നേഹം. ഹേ അബി, ഗുഡ് മോർണിംഗ്. കോഫി? ശേ, എന്നാ ഫ്രഷായി വരട്ടെ. ഡ്രസ്സ് എടുത്ത് വെച്ചേക്കാം. ഓ, ഇത് അവനെടുത്ത് വെച്ചതായിരിക്കും. നീ അങ്ങനെ എടുത്ത് തന്നിട്ട് വേണ്ട എനിക്ക് ഡ്രസ്സ് ഇടാനായിട്ട്. ഞാൻ എനിക്കിഷ്ടമുള്ളത് ഇട്ടോളൂ. ശേ, ആ ഡ്രസ്സ് കിട്ടിയില്ല. സച്ചു, ഡിന്നർ അയച്ചിട്ട് പോ. എന്തൊരു സാധനമാണ്! എൻ്റെ കോഫിയും കുടിച്ചില്ല, ഫുഡും കഴിച്ചില്ല, ഞാൻ കൊടുത്ത ഡ്രസ്സും ഇട്ടില്ല. ഹലോ ഹലോ ഹബി, ഐ ലവ് യു. കഴിച്ചോ? കോളും കട്ടാക്കി. സാരില്ല, വൈകുന്നേരം നോക്കാം. വെൽക്കം ഹോം. തായോ, ബാഗ് ഞാൻ എടുക്കാം. എടാ, നീ കിടക്കാൻ പോവാണോ? കഴിക്കണില്ലേ? എനിക്ക് വിശക്കുന്നില്ല. ഞാൻ നിന്നോട്
ഇന്നലൊരു കാര്യം പറഞ്ഞിരുന്നു, ഭർത്താവ് ചമയാൻ വരരുതെന്ന്. അത് പറഞ്ഞ പോലെ നിൽക്കണം, കേട്ടല്ല? പിന്നെ നീ പറയണതൊക്കെ ഞാനിപ്പോൾ അനുസരിച്ചിട്ടുണ്ടല്ലോ. ഞാനിതെല്ലാ ദിവസവും ചെയ്യും. അയ്യടാ. ഗുഡ് മോർണിംഗ് ഹബി, കോഫി, ഐ ലവ് യു. ഇന്നാ നിനക്ക് ഈ സ്യൂട്ട് മാച്ച് ആവും ഇന്ന്. ഡിന്നർ കഴിച്ചിട്ട് പോടാ. ഹലോ, നീ ഫുഡ് കഴിച്ചോ? ഗുഡ് ഈവനിങ് ഹബി, ഐ ലവ് യു. വാ ഫുഡ് കഴിക്കാം. பார்வை வீசுவாள் உயிரின் கயிறில் அவளுமே செவ்விதழ் வருடும் போது தேக தங்கம் உருகுமே உலகின் ஓசை அடங்கும் போது உயிரின் ஓசை தொடங்குமே வானிலா நாடுமே സച്ചു, ഹാപ്പി ബർത്ത്ഡേ ടു യു. മേക്ക് എ വിഷ്. ഓ, ദെൻ ഐ വിഷ് എൻ്റെ ജീവിതത്തിൽ നിന്നെ ഒരിക്കലും കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു എന്ന്. നിനക്ക് വേണ്ടി ഓരോ ദിവസവും ഞാൻ കാട്ടുന്ന ഓരോ കാര്യങ്ങളും നീ നിരീക്ഷിച്ചില്ല, നീ ഒന്നും കണ്ടില്ല. എനിക്ക് എപ്പോഴും എന്നോട് ഉറപ്പാണ്. എനിക്ക് ഇതുവരെ എന്നെ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. ശരി, നീ ആഗ്രഹിച്ചതുപോലെ ഇനി നിൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവില്ല. ജാസേ, എന്താടാ കാണണമെന്ന് പറഞ്ഞേ? എടാ, നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താ? എടാ, ഞാനിപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ, ഞാനിവിടുന്ന് എവിടെയെങ്കിലും പോയാൽ, ഞാനിവിടുന്നേ ഇല്ലാണ്ടായ, നീ വേണം അവന് കൂട്ടിന്, എൻ്റെ സച്ചുവിനും കൂട്ടിന്. അവനെ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത്. നീ എങ്ങോട്ട് പോണ കാര്യം പറയുന്നേ? ഏയ്, അങ്ങനെ എങ്ങോട്ട് പോകണമെന്നല്ല, ഇപ്പം ഞാനൊന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. നീ എനിക്ക് പ്രോമിസ് താ, നീ അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നു. എടാ, അത് പ്ലീസ് ഡാ. ഐ പ്രോമിസ് ഐ വിൽ ഓൾവേസ് ബി വിത്ത് ഹിം. താങ്ക് യു സോ മച്ച് ഡാ. ഇവിടെ ഒച്ചയും വെള്ളമൊന്നും കേൾക്കുന്നില്ലല്ലോ. ചത്തവൻ. ഉഫ്, ബർത്ത്ഡേ പ്രസൻറ്റ്. വായിച്ചോക്കാം. ഹേ അബി, ഇനി അങ്ങനെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കങ്ങനെ വിളിച്ച് ശീലമായതുകൊണ്ട് ഞാനങ്ങനെ വിളിച്ചു പോകുന്നതാ. അപ്പോൾ മൈ ഫേവറേറ്റ് വൺ. നീ പറഞ്ഞത് ശരിയാ, ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ. നിൻ്റെ ഇഷ്ടങ്ങളും നിൻ്റെ ആവശ്യങ്ങളൊന്നും ഞാൻ ഇതുവരെ നിന്നോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ തെറ്റല്ല എല്ലാം. നീ എന്ന് പറഞ്ഞ പോലെ ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലായിരുന്നെങ്കിൽ നിനക്കൊരു നല്ല ലൈഫ് ഉണ്ടായിരുന്നു അല്ലേ? എനിക്കത് തോന്നി. ഇപ്പോൾ ശരിക്കും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരാളുടെ ലൈഫ് ഞാൻ അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ. പക്ഷേ ഒന്നും എഫക്റ്റായില്ല. ഞാൻ തോറ്റു. സാരില്ല, പോട്ടെ. പക്ഷേ നിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നിനക്ക് ഞാനൊരു സൂപ്പർ ഗിഫ്റ്റാണ് തന്നത്. ഡിവോഴ്സ് പേപ്പർ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നീ കൂടി ചെയ്താൽ എന്നേക്കുമായി നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ശരി.
ലവ് യു, ടേക്ക് കെയർ. ഫൈനലി ഞാൻ രക്ഷപ്പെട്ടു. ഇനി എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം. ഐ ഹാവ് ഫ്രീഡം. കോഫി എന്ത്? ഓഫ്, കോഫി ഞാൻ തന്നെ പോയി ഉണ്ടാക്കണം. അവൻ ഇവിടെ ഇല്ലല്ലോ. ഡ്രസ്സ് എന്തേ? ഓഫ്, അത് ഞാൻ തന്നെ എടുക്കണം. ഫുഡും കഴിക്കാൻ ഞാൻ ഉണ്ടാക്കണം അല്ലേ? എന്നാ ബാഗ്. ഓഫ്, താക്കോൽ എൻ്റെ കയ്യിലാണ്. ഇരുമയും ഒന്നാകാൻ നിറപറയൊരു കീട മഴമുത്തു പോലും കുളിരണിയും നിന്നെ നീ തഴുകുമീ നേരം അഴകാർന്ന ചന്ദ്രകലയെ നീ വരുമോ, നീ വരുമോ? മഞ്ചാടിത്തുരുത്തിലെ കുഞ്ഞാറ്റ കുരുവിക്ക് മകരനിലാവിൻ മനസ്സറിയും വെള്ളാതെ വലിക്കുന്ന കണ്ണോട്ട് മേൽക്കുമ്പോൾ മനസ്സിന്റെ ജാലകം തുറന്നു പോകും. പകൽ കിനാവിൻ നീതളുകള് പരാഗമായി നിന്നോർമകൾ വിയൽ ചിരാതിലൊളി വിതറും നിറങ്ങളേഴു തിരിമലരായി വരാതെ വന്ന താരം ചൊല്ലി മെല്ലെ. ഹേ ചെമ്പരത്തിക്കമ്മലിട്ട കുപ്പിവള കുഞ്ചലിട്ട് കാത്തു നിന്നതാരോ. ജാസ്, ഓ നീയോ? നീ എന്താ ഇവിടെ? ഓ അല്ല പിന്നെ ഞാൻ അതിൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? എന്താ വന്നതിൻ്റെ കാര്യം? ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് വന്നു എന്നുള്ളൂ. നീ ഇരിക്കി സംസാരിക്കാം. എനിക്കിപ്പോൾ ഒരു മൂഡില്ല. നീ പിന്നെ ഡാ ഒന്ന് പോടർക്ക അവിടെ നിന്ന് ഇരിക്കി. നീ എടാ സത്യമായിട്ടും എനിക്ക് മൂഡില്ല. എന്തുകൊണ്ട് മൂടില്ല? എനിക്ക് അറിഞ്ഞൂടാ. എന്തേ, ജാസിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഡാ പറയടാ, സത്യം പറ. മിസ് ചെയ്യുന്നുണ്ടോ അവനെ? മുഖത്ത് നോക്കി പറ. ഉണ്ട്, എന്തോരം? ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ? ഇപ്പം എല്ലാവരും ഞാൻ അവനെ കാണുന്നത്. നിനക്കറിയോ, രാവിലെ എണീക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്നൊരു കോഫി കിട്ടും, അതില്ല. എനിക്ക് പോകാനുള്ള ഡ്രസ്സ് വരെ അവൻ തേച്ച് വയ്ക്കും. അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തിടാറുണ്ട്. വൈകുന്നേരം എനിക്ക് വേണ്ടി കാത്തിരിക്കും. എനിക്ക് ഫുഡ് ഉണ്ടാക്കും. ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചു എന്ന് ഞാൻ കോൾ ചെയ്യും. ഇതൊക്കെ അവൻ ചെയ്തിരുന്നു. ഇപ്പം ഇതൊന്നുമില്ലടാ. ഞാൻ ശരിക്കും അവനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? നീ പറഞ്ഞ വാക്കുകളും നീ ചെയ്ത പ്രവർത്തികളും തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ നീ അവനെ സ്നേഹിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ നീ ഇങ്ങനെ മിസ് ചെയ്യുന്നേ? ആസ് എ ഫ്രണ്ട്? നോ, ഹി ഈസ് നോട്ട് മൈ ഫ്രണ്ട്, ഹി ഈസ് മൈ ഹസ്ബൻഡ്. ആർ യു ഫോർ റിയൽ? യെസ് ഇഷാൻ, ഞാനിപ്പോൾ അവനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അവനില്ലാണ്ട് എനിക്ക് പറ്റണില്ല. എന്തോരം ഞാൻ കുത്തി നോവിച്ചിട്ടുണ്ടെന്നറിയോ? അവൻ്റെ മുഖത്ത് നോക്കിയപ്പോലും എന്തോരം പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അവൻ എന്നെ സ്നേഹിച്ച പോലെ ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഒരു ഓർഫനായി എനിക്ക് സ്വന്തം മാത്രം പറയാൻ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ ഈ ലോകത്ത്. അതവനായിരുന്നു. അവനെ ഞാനെന്ത് ദുഷ്ടന. എടാ, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അവനൊന്ന് കണ്ടുപിടിച്ച് താടാ. അവൻ ഡൈവോഴ്സ് പേപ്പർ തന്നെ ഞാൻ സൈൻ ചെയ്തിട്ടില്ല. എനിക്കതിന് പറ്റത്തൂല്ല. അവനെ ഭർത്താവായിട്ട് എനിക്ക് വേണോടാ. ഒന്ന് കണ്ടുപിടിച്ച് താടാ. പിന്നീട് ഒരു മാസം അവന് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. ഒരുപാട് തെരഞ്ഞു, പക്ഷേ അവനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിച്ചില്ല. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. സച്ചു ഞങ്ങൾ വിചാരിച്ചതിനപ്പുറം മാറിപ്പോയി. ഒരു ഇരുട്ട് റൂമിൽ ഭക്ഷണം കൊടുത്താൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. ഫോണില്ല. ഓൾവേസ് ഹിയർ ഹിസ് വോയിസ്. അവനിട്ട് വോയിസ് മെസ്സേജുകൾ, അവൻ പാടിയ പാട്ടുകൾ, അതൊക്കെ ഇരുന്ന് കേൾക്കും. പിന്നെ അവൻ്റെ വീഡിയോസ് എക്സെട്ര. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഇരുട്ടുമുറി തന്നെ. പുറത്തേക്കൊന്നും അവൻ ഇറങ്ങാറില്ല.
പിന്നെ ഏതൊരു കൂട്ടുകെട്ടായിരുന്നു അവൻ ഈ ബാഡ് ഹാബിറ്റിലേക്ക് കൊണ്ടുവന്നത്. ഏതൊരു സുഹൃത്ത് എത്തിച്ചു കൊടുത്തതാ ഇപ്പം ഈ വലിച്ച സാധനങ്ങൾ. അവൻ്റെ കമ്പനി പൂർണ്ണമായിട്ട് തകരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ കമ്പനി ഏറ്റെടുത്ത് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ജാസിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴും അവനെ ഇഷ്ടമാണ്. അവർ 3 പേരും അവന് വേണ്ടി തിരച്ചിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കണ്ടു കിട്ടിയിട്ടില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയത്തുമില്ല. ഈശാൻ പറബി, ഈശാൻ, ഞാൻ കണ്ടിട്ടുണ്ട് ജാസിനെ. നീ എവിടെ? എടാ, ഞങ്ങൾക്ക് 1 മാസം മുമ്പ് ഒരു മീറ്റിങ്ങിൻ്റെ പേരും പറഞ്ഞ് തായ്ലാൻഡിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു ഹോട്ടലിൽ വെച്ചാണ് ഞാൻ അവനെ കാണുന്നത്. അവിടെ ഒരു വെയിറ്ററായിട്ടാണ് നിന്നിരുന്നത്. അവനോട് സംസാരിക്കാൻ പോകുമ്പോഴത്തേനും അവൻ അവിടെ നിന്ന് ഓടിക്കളഞ്ഞിരുന്നു. അന്ന് എന്തുകൊണ്ട് അവൻ ഓടിയെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടില്ലായിരുന്നു. ഇപ്പോൾ മനസ്സിലായി. മേ ബി ഞാനെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കും അവൻ്റെ അടുത്ത് ചെന്നേന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ അവൻ അവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അവനെ പോയി കണ്ടുപിടിക്കാമല്ലോ. ഓ താങ്ക് ഗോഡ്. ഇനിയിപ്പോൾ അവൻ അവിടെ ഉണ്ടോയെന്ന് എങ്ങനെ വിശ്വസിക്കാം? ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാം. അവൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവനോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറയാം. എന്നിട്ട് എന്തായാലും ഞാൻ ഇന്ന് രാത്രി നിന്നെ വിളിക്കാം. ഓക്കെ, ശരി. ഹലോ ഇഷാൻ. ആ പറബി. എടാ, ഞാൻ അവനെ വിളിച്ചിരുന്നു. അവൻ പറഞ്ഞു അവിടെ തന്നെ ഉണ്ട് അവൻ. ശരിക്കും? യെസ്, ആടാ. അപ്പോൾ എന്നാ പിന്നെ ഞാൻ സച്ചിനോട് സംസാരിച്ച് അവനെയും കൊണ്ട് നാളെ പോവാല്ലേ? ആ, നാളെ പോവാം. ഞാനും ഉണ്ടാവും കൂടെ. നമുക്ക് 3 പേർക്കും കൂടി ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാം. ഓക്കേടാ, ശരി. ശരി. സച്ചു, ഡാ ഡാ എനിക്ക് എന്തേടാ? നമുക്കൊരു സ്ഥലം വരെ പോകണം നാളെ. ഞാനൊന്നുമില്ല, നീ പോയിക്ക്. എടാ, നിനക്ക് വേണ്ടിയുള്ള കാര്യമാണ്. എടാ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ല. ഹോസ്പിറ്റലിൽ പോകാനൊന്നുമല്ല, അങ്ങനെ നീ ഓഫീസിലേക്കായിരിക്കും. അല്ലടാ, നിന്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക്. എടാ, ഞങ്ങൾ ജാസ്പറിനെ കണ്ടുപിടിച്ചു. ഇന്നലെ അഭി പറയാണ് അവളൊരു മാസം മുമ്പ് ജാസ്പറിനെ കണ്ടു എന്ന്. എടാ, ശരിക്കുമാണോ? ശരിക്കും എടാ. എന്നാ വാ, നമുക്കിപ്പോൾ തന്നെ പോവാം. ഞാൻ റെഡി ആയിട്ട് വരാം. എടാ, ഇപ്പോൾ പോകാൻ പറ്റില്ല, നാളേക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഫ്ലൈറ്റോ? ആടാ, അവൻ ഇവിടെയല്ല, കുറച്ച് ദൂരെയാണ്. 2 ദിവസത്തെ യാത്രയുണ്ടാവും. എടാ, ഇനി അവൻ എന്നെ കാണുമ്പോൾ വേണ്ടാന്ന് പറയോ? സച്ചു, നീയല്ല ജാസ്. അവനൊരിക്കലും നിന്നെ വേണ്ടെന്ന് വെക്കാൻ സാധിക്കില്ല. കാരണം നിന്നോട് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞതും നിന്നെ വേണമെന്ന് ആഗ്രഹിച്ചതും അവനായിരുന്നല്ലോ. അല്ലടാ, 2 വർഷം കഴിഞ്ഞില്ലേ? ഇപ്പോൾ അവനെല്ലാം മറന്നിട്ടുണ്ടെങ്കിലോ, അവൻ മൂവ് ഓൺ ആയിട്ടുണ്ടെങ്കിലോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നീ അറിയാതെ നിനക്ക് 10 വയസ്സുള്ളപ്പോൾ മുതൽ അവൻ നിന്നെ പ്രണയിക്കുന്നതാ. അപ്പോൾ അത്രയും വരില്ലല്ലോ ഈ ഒരു 2 വർഷം. ഇനി ഒന്നും ഓർത്ത് തല പോയിക്കണ്ട. നീ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാൻ നോക്ക്. നാളെ രാവിലെ തന്നെ നമുക്ക് പോകാനുള്ളതാ. ഓക്കെ. जान से जो करता हमारी देता वो तुमको बता शर्मो है आके पर्दे गिरा के करनी है हमको खता जिद है अब तो है खुद को मिटाना होना है तुझ में फना जान से बारिश जो करता हमारी ഇവിടെ ഇരിക്കേ, ഇപ്പം ഇങ്ങോട്ട് വരും. സച്ചു, ഓൾ ദ ബെസ്റ്റ്. സച്ചു, എന്ത് കോലാടത്? നിന്റെ വണ്ണൊക്കെ ഇങ്ങോട്ട് പോയി. നീ എന്താ ഇങ്ങനെ? അവൻ നിന്നെ നോക്കാറില്ലേ? എന്താ നീ നോക്കുന്നേ? ഞാൻ നിന്നെ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടു, നിനക്ക് വേദനകൾ ഒരുപാട് തന്നിട്ടും
നീ എൻ്റെ കാര്യം മാത്രം എന്തിനാ നോക്കുന്നത്? നീ എന്തിനാ എന്നെ ഇത്ര കെയർ ചെയ്യുന്നത്? അതിനുള്ള ഉത്തരം ഞാൻ ഓൾറെഡി തന്നിട്ടുള്ളതല്ലേ. ബിക്കോസ് ഐ ലവ് യു. പൊട്ടനാ ഞാൻ, മണ്ടനാ ഞാൻ. കൂടെ ഉണ്ടായിട്ടും നിന്റെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് 2 വർഷം എടുക്കേണ്ടി വന്നു. അല്ല, 2 വർഷത്തിൽ കൂടുതൽ എടുക്കേണ്ടി വന്നു. കരയരുത് എൻ്റെ സച്ചു, ഇങ്ങനല്ലോ. കരയാൻ പാടില്ല നീ. എടാ, ഞാൻ നിന്റെ കാല് പിടിക്കാം. എനിക്കൊരു സെക്കൻഡ് ചാൻസ് തരാം. നിന്റെ മാത്രം, നിന്റെ എല്ലാമായിട്ട്, നിന്റെ ഭർത്താവായിട്ട് എനിക്ക് ജീവിക്കണോടാ. അങ്ങനെയൊന്നും പറയില്ല സച്ചു. പ്ലീസ് എന്നെ വിട്ടു പോരുത്. എൻ്റെ കൂടെ നീ വേണം. ഹേയ് സച്ചു, സച്ചു ഇങ്ങോട്ട് നോക്ക്. ഐ ലവ് യു. ഐ ലവ് യു ടു. ഐ ലവ് യു ടു. തെണ്ടി, നിനക്ക് എത്ര വർഷം എടുത്താടാ ഒരു ഐ ലവ് യു 2 പറഞ്ഞിട്ട്? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് ഐ ലവ് യു പറഞ്ഞു? ഒരു പ്രാവശ്യമെങ്കിലും നീ എന്നോട് ഐ ലവ് യു 2 പറഞ്ഞിട്ടോ? ഇപ്പോഴാണോ നീ പറയുന്നത്? ഇനി മരണം വരെ ഞാൻ പറയാട് ഐ ലവ് യു ടു എന്ന്. അല്ല, നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ ശരിയാവാ? 2 വർഷമായി, ഇതുവരെ ഫസ്റ്റ് നൈറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. വന്നേ പോവാം. This is why I love you. I love you. I love you so much. Thank you, Abhi. Thank you so much. നീ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും കാണാൻ എനിക്ക് പറ്റില്ലായിരുന്നു. I'm so happy. ആഹാ, താങ്ക് യു മാത്രമേ ഉള്ളൂ? വേറെ ഒന്നും നിനക്ക് എന്നോട് പറയാനില്ലേ? വേറെന്ത്? ദേ ചക്ക, കിടന്ന് തപ്പിക്കളിക്കാണ്ട് പറയടെങ്കിൽ പറ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാ പോയി അച്ഛനോട് പറ, എനിക്കൊക്കെയാണ്. ശരിക്കും? ശരിക്കും. ഓ, എനിക്ക് ഇഷ്ടമായി. ഹേ ബേബി. എന്താണ്ടാ? അല്ല, ഞാനിനി ഒന്ന് ടോപ്പായി നോക്കിയതാ. നിനക്ക് ഒരിക്കലും ടോപ്പ് ആവാൻ പറ്റില്ല. യു ഓൾവേസ് അണ്ടർ മീ, മൈ ബോട്ടം.